എല്ലാത്തിനും സാക്ഷി തമ്പുരാട്ടിയും. തമ്പുരാനെയും തമ്പുരാട്ടിയെയും കാലപുരിക്കെത്തിച്ചപ്പോ നിന്റെ പകുതി ജോലി കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്നത് ശിവദാസനാ. ശിവദാസനെ തീർക്കാൻ ഞാനും ഉണ്ടല്ലോ നിന്റെ കൂടെ. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി പൊതു ശത്രുവിനെതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അതാണ് ബുദ്ധി. ഏതായാലും മനസ്സൊന്ന് ശാന്തമാക്ക്. എന്നിട്ട് അതിന് ഇരുതല മൂർച്ച കൂട്ട്. നരി, എന്റെ വലത്തെ കൺപീലികൾ നന്നായിട്ട് തുടിക്കുന്നു. എന്തോ ഒരു അസ്വസ്ഥത, കാഴ്ചക്കൊരു മൂടൽ. വലങ്ങണ്ണ് തുടിക്കുന്നത് നാരിക്ക് അത്ര നല്ലതല്ല. അത് ദുഃഖ സൂചനയാ. നരി, അതെ, മഹാവിപത്ത്, മരണം, കാരാഗൃഹം, ഇതാണ് ഫലം. നരി, നീയൊരു ജോത്സ്യനെ പോലെ സംസാരിക്കുന്നു. വിശ്വാസങ്ങളുള്ള തറവാട്ടിലാണ് ജനിച്ചതെങ്കിൽ ആരും അര ജോത്സ്യന്മാരായി പോവും. എന്റെ ജന്മസമയം നോക്കി മുത്തശ്ശൻ പ്രവചിച്ചതാ, ഇവൻ നരന്റെ ജന്മമല്ല, ആയുസ് ബാക്കി വന്ന നരിയുടെ പുനർജന്മമെന്ന്. അങ്ങനെയാണത്രേ നരേന്ദ്രൻ എന്ന പേര് വന്നത്. അപ്പോഴും മുത്തച്ഛൻ എന്നെ ചേർത്ത് നിർത്തിയിട്ട് നരീന്ന് വിളിക്കും. ചിലപ്പോഴൊക്കെ എനിക്ക് രക്തത്തിന്റെ മണമാണെന്ന് പറയും. കാലങ്ങൾ കടന്നുപോയി, മുത്തച്ഛനും പോയി. നരി എനിക്ക് പ്രിയപ്പെട്ട പേരായി മാറി. ഇപ്പോഴീ കയ്യില് എനിക്കൊരു രക്തക്കരയുടെ ഗന്ധമുണ്ട്. ഇനിയുള്ള യാത്ര സൂക്ഷിച്ചാവട്ടെ. കൊത്തി വലിച്ചു കീറി ജീവനെടുക്കാൻ ആകാശച്ചെരുവിലെങ്ങോ ഒരു കറുത്ത കഴുകൻ ചിറകടിച്ച് പാറി തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, വല്ലാത്ത ലഹരിയൊന്നും ഈ സീട്ടിനില്ല. മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് കേൾക്കാം ഒരു ചിറകടി ഒച്ച. ഇതെല്ലാം എന്റെ വെറും തോന്നലുകൾ മാത്രമാവട്ടെ. എന്തുപറ്റി? എന്തെങ്കിലും മറന്നോ? അല്ല, എന്റെ ഇടത്തേക്കാണ് വല്ലാതെ തുടിക്കുന്ന പോലെ, വല്ലാത്തൊരു അസ്വസ്ഥത. ഇടം കണ്ണ് തുടിക്കുന്നത് നല്ല ലക്ഷണമാണെന്ന് മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ ഇടം കണ്ണ് തുടിച്ച സന്തോഷവും ഭാഗ്യവും ഐശ്വര്യമൊക്കെ വരുമെന്നാ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. അതിന് തനിക്ക് മുത്തശ്ശിയൊക്കെ ഉണ്ടോ? പിന്നെ താനെന്താ എഴുതിയത്? ഞാനെന്താ റോബോട്ടിന്റെ കുട്ടിയാണെന്നോ? തന്നെ കണ്ടാ ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നും. കണ്ണിന്റെ അസ്വസ്ഥതൊക്കെ മാറിയാ? ഇല്ല, കണ്ണ് പിന്നെയും തുടിക്കുവോ? എവിടെ നോക്കട്ടെ.
ഹലോ, ഇയാളെന്താ സ്വപ്നം കാണുവാണോ? അല്ല, പെട്ടെന്ന് ഞാൻ എവിടെ കണ്ണു നോക്കട്ടെ. ആ, വേണ്ട, അത് മാറി. മാറിയോ? മാറിന്നല്ലേ പറഞ്ഞത്. വാ പോവാം. അല്ല പിന്നെ മുത്തശ്ശി ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. എന്ത്? ഇടം കണ്ണു തുടിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കണ്ടുമുട്ടുമെന്നാണ് അത്രേ. അവർ തമ്മിൽ തീവ്ര പ്രണയത്തിലാവെന്നും പറഞ്ഞു. ഇപ്പൊ എനിക്കും തോന്നുന്നു അത് ശരിയാണെന്ന്. തന്റെ മുത്തശ്ശിയല്ലേ? ഇതല്ല ഇതിനപ്പുറവും പറയും. 10 ഗുണം 10 ഗുണം. നിന്ന് ചിണുങ്ങാതെ പോയി വണ്ടി എടുക്കാൻ നോക്ക്. നല്ലൊരു അവസരമായിരുന്നു കണ്ണിലെ പൊടി ഊതി കൊടുക്കുന്നത്. അതും സ്വപ്നം കണ്ട് നശിപ്പിച്ചു. എടോ ഡ്രൈവർ പയ്യ, വന്ന് വണ്ടി എടുക്ക്.